പ്രേതങ്ങളെക്കുറിച്ച് മത്സരാർത്ഥികൾ സംസാരിച്ച കൂട്ടത്തിലാണ് അദ്ദേഹം തന്റെ അനുഭവം അവതരിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ സുഹൃത്ത് മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതിൽ ഫസ്റ്റ് ക്ലാസ് AC കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ വേറെയും ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. രാത്രിയുടെ ഏതോ യാമത്തിൽ ആരോ കഥകൾ തട്ടി. ഈ സമയത്ത് ആരായിരിക്കുമെന്ന് അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷെ TTO മറ്റോ ആയിരിക്കുമെന്ന് കരുതി അയാൾ കഥക് തുറന്നു. കഥക് തുറന്നപാടെ അയാൾ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം അങ്ങനെ ഒരു വ്യക്തിയെ അയാൾ ഒട്ടും അവിടെ പ്രതീക്ഷിച്ചില്ല. ഒരു പ്രായമായ സ്ത്രീയായിരുന്നു അത്. മുടിയൊക്കെ ബോബ് ചെയ്ത് പച്ച കളർ സാരി എടുത്ത് ഒരു കണ്ണട വെച്ച സ്ത്രീ. അദ്ദേഹം ആ സ്ത്രീയോട് കാര്യം തിരക്കി. എനിക്കൊരല്പം വെള്ളം കുടിക്കാൻ വേണമായിരുന്നു. വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ആ സ്ത്രീയെ കണ്ടില്ല. അക്ഷരാർത്ഥത്തിൽ അയാളൊന്ന് ഞെട്ടി. കാരണം പ്രായമായ സ്ത്രീ വെള്ളമെടുക്കാൻ തിരിഞ്ഞ സമയം കൊണ്ട് എങ്ങോട്ട് പോകാനാണ്? അയാളാകെ അസ്വസ്ഥനായി പുറത്തിറങ്ങി നോക്കി. അവിടെ ഫുൾ ലോക്കാണ്. പിന്നെ എങ്ങനെ ആ സ്ത്രീ ഇതിനുള്ളിൽ കയറി? അയാൾക്കത് അറിയണമായിരുന്നു. ആ സ്ത്രീയെ അന്വേഷിച്ച് അയാൾ അവിടെ നടന്നു. അപ്പോൾ അതാ ലാസ്റ്റ് കൂപ്പയിൽ ലൈറ്റ് കണ്ട് അവിടെ ചെന്ന് അയാൾ കഥകൾ മുട്ടി. ഒരു പ്രായമായ മനുഷ്യൻ കഥക് തുറന്നു. അല്ല, ഇവിടെ സാർ മാത്രമേ ഉള്ളൂ? അതെ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. നിങ്ങൾ നന്നായി വേർക്കുന്നുണ്ടല്ലോ. കാര്യം പറയോ, എന്തു പറ്റി? ഒരു കാര്യമില്ലാതെ ഈ സമയം ഇവിടെ? അല്ല, കുറച്ചു മുന്നേ ഒരു സ്ത്രീ എന്റെ കഥകിൽ മുട്ടി. അല്പം വെള്ളം ചോദിച്ചു. വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോൾ അവരെവിടെ കാണാനില്ല. ഇത്ര പെട്ടെന്ന് അവർ എങ്ങോട്ട് പോകാനാണ്? മാത്രമല്ല ഇവിടെ ഫുൾ ലോക്കുമാണ്. പിന്നെ എങ്ങോട്ട് പോകാനാണ്? ആ സ്ത്രീ ഒരുപാട് ക്ഷീണിച്ചിരുന്നു. നല്ല പ്രായമുണ്ട്. എന്തു പറ്റിയെന്നറിയില്ല. പുറത്തെങ്ങാനും വീണോ? അവരെ തിരക്കി ഇറങ്ങിയ കൂട്ടത്തിലാണ് താങ്കളെ ഞാൻ കണ്ടത്. നിങ്ങൾ കണ്ടത് ഒരു പ്രായമായ സ്ത്രീയാണോ? മുടിയൊക്കെ ബോബ് ചെയ്ത് ഒരു കണ്ണട വെച്ച പച്ച കളർ സാരി ഉടുത്ത സ്ത്രീ. അതെ സാർ. സാർ കണ്ടിരുന്നു അവരെ? അറിയോ അവരെ? അറിയാം. അതെന്റെ ഭാര്യയാണ്. ഭാര്യ? എന്നിട്ടെവിടെ? അവള് മരിച്ചുപോയി. മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്. സാധനങ്ങളൊക്കെ വിൽക്കുന്ന കൂട്ടത്തിൽ എന്റെ ഭാര്യയുണ്ട്.